ഒരു സംശയം. യെസ് ടെൽ മീ, ആസ്ക് മീ. സംശയം എന്നും നല്ലതാണ്. അപ്പൊ ഇപ്പൊ സൈചേട്ടൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള താരങ്ങളിൽ ഒന്നാണ്. ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? എനിക്കറിയാൻ പാടില്ല. വേണ്ടാത്തൊന്നും പറയണ്ട, വെറുതെ ആൾക്കാർ എന്നെ സംശയിക്കും. കാരണം സൈചേട്ടന്റെ മുഖം കണ്ടാൽ തന്നെ ഇങ്ങനെ ജനങ്ങൾ ആർത്തിരമ്പി തിയേറ്റേഴ്സിൽ വരുമെന്ന് എനിക്കറിയാം. നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. കുറെ സമയമായിട്ട് കളിയാക്കണ്. ബെസ്റ്റ് തുടക്കം. കാരണം അത്രയും ഡിമാൻഡഡ് ആയിട്ട് സൈചേട്ടൻ എന്ന് മാറിക്കഴിഞ്ഞു. എനിക്കറിയില്ലായിരുന്നു. ഞാൻ അയച്ചിട്ടുള്ള ശമ്പളം മാത്രമേ ഇവരെ പറഞ്ഞുള്ളൂ. അത് ഇത് നേരത്തെ മീരെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ കൂട്ടിയേനെ. പക്ഷെ അങ്ങനത്തെ അവസ്ഥയൊന്നും ആയിട്ടില്ല കേട്ടോ. നിനക്കിത് വേണം. സൈചേട്ടൻ എന്ന് പറയുന്ന എന്റെ ഒരു കാരണം, മയൂഖം എന്ന സിനിമയിലെ സൈചേട്ടനെ ഇഷ്ടപ്പെടാത്ത പെൺകുട്ടികൾ ആരും ഉണ്ടാവില്ല. ഇയാൾ എന്തിനാ എന്റെ പൊസിഷൻ വിളിച്ചു പറയുന്നത്? സൗകര്യത്തിന് കിട്ടുമ്പോഴല്ലേ മാനം കെടുത്താൻ പറ്റുള്ളൂ ബാലേട്ടാ. കാരണം നമുക്ക് എന്താണെന്നറിയില്ല, ഒരു ഹീറോയിസം ഇഷ്ടപ്പെടുന്ന നമുക്കൊക്കെ ഈ നായികയെ ഭയങ്കരമായിട്ട് സേവ് ചെയ്യുന്ന, പ്രൊട്ടക്ട് ചെയ്യുന്ന ആ നായകൻ, അല്പം വില്ലനേക്കുള്ള നായകന്, കണ്ണൊക്കെ ചുമപ്പിച്ച് ഉണ്ടക്കണ്ണക്കുള്ള നായകനെ നമ്മൾ എപ്പോഴും സ്നേഹിച്ചിട്ടേ ഉള്ളൂ, പ്രണയിച്ചിട്ടേ ഉള്ളൂ. നീ കൊഴയാതെ പറയാൻ വല്ലോണ്ട് നേരെ പറ. എന്തോ മൂപ്പരെ കണ്ണും മോറും കണ്ടിട്ട് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. എന്ത് പിടുത്തം കിട്ടുന്നില്ല? ഒരു വിശ്വാസം വരില്ല. അപ്പം സൈചേട്ടൻ ഇപ്പോഴും ക്രഷ് ആണെന്ന് പറഞ്ഞ പെൺകുട്ടികൾ വരാറുണ്ടോ? എന്താ എന്റെ ഉദ്ദേശം? ഇത് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അങ്ങനെ കുറെ പെൺപിള്ളേർക്ക് എന്നോട് ക്രഷ് വന്നിട്ടുണ്ട്, എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നൊക്കെ അത് കേൾക്കുന്നതിൽ സന്തോഷം. പക്ഷെ പിൻകാലത്ത് നായകനായിട്ട് ഞാൻ അഭിനയിക്കുമ്പോഴത്തേക്കും എന്റെ കൂടെ അഭിനയിക്കാൻ ഹീറോയിൻസിനെ കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. കേട്ടോ, ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ. എന്റെ പൊന്നോ വേണ്ട. സംഗതി പാൽപ്പായസാണേലും പട്ടി നക്കിയാ പോയില്ലേ. ഇനി ഞാൻ പറയാം. വൃത്തികേടായില്ലെങ്കിൽ ഭാഗ്യം. അല്ല, ഇത്രയും പറഞ്ഞപ്പോഴും സൈചേട്ടനോട് നമുക്ക് എന്തും പറയാനുള്ള അത്രയും വലിയ റൈറ്റ്സ് ഉള്ളതുകൊണ്ടാണ്. നമ്മള് കുടുംബക്കാരാകുമ്പോ പല നമ്മള് കുടുംബക്കാരാ. ഇപ്പൊ മനസ്സിലായില്ല എനിക്ക് എന്തുകൊണ്ടാണ് എന്റെ 6ാം ക്ലാസ്സിൽ സൈചേട്ടനോട് ക്രഷ് തോന്നിയെന്ന്. ആരോട് എന്ത് എപ്പോ എങ്ങനെ സംസാരിക്കണം അറിഞ്ഞൂടാ, ബോധമില്ലാത്ത സ്ത്രീ. മനസ്സിലായില്ല കേട്ടോ. ഇയാള് പെടാണ്ട് എടുക്കാൻ പറ്റുമോ? കുറച്ച് ദാരിദ്ര്യം ഫീൽ ചെയ്യുന്നില്ലേ? കാരണം ആദ്യം വന്ന ആ മയൂഖത്തിന്റെ ഇതിലായിരുന്നു സർ രാമേന്ദ്ര, നീ ഒരു കാലത്തും എന്നെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ലല്ലേ? ഇല്ല. When I was on my 6th standard and he is looking still the same, I am getting older and older. ദൈവമേ, ഇയാളെന്തിനാ ഇതിനെ പറഞ്ഞോണ്ടിരിക്കണേ? മകളെ, നിനക്ക് ഇത് തന്നെയാണോ പണി? ഇത്രയൊക്കെ പറയുമ്പോഴും സൈജു ഗ്രൂപ്പ് സാക്ഷികളിൽ വരുമ്പോ നമുക്കറിയാം സൈചേട്ടൻ എന്ന് പറയുമ്പോൾ ഒരു ഫാമിലി മാൻ ആണ്. ഏറ്റവും നന്നായിട്ട് കുടുംബജീവിതം മലയാളത്തിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടർ ആണ്. അദ്ദേഹത്തിന്റെ സിനിമ എന്ന് പറയുമ്പോൾ നീറ്റ് ക്ലീൻ ഫാമിലി എന്റർടൈനേഴ്സ് ആകുന്ന നമുക്കൊരു വലിയ വിശ്വാസമുണ്ട്. സൈചേട്ടൻ ലിപ് ലോക്ക് പോലും ചെയ്തില്ല എന്നൊരു വിശ്വാസം നമുക്കുണ്ട്. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ അത് തെറ്റിക്കോ ഇല്ലയോ, അതാണ് എനിക്ക് അറിയേണ്ടത്. ഇനി ആവശ്യം വന്ന് ചിലപ്പോ തെറ്റിക്കും. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഞാനൊരു കോമാളിയായോടാണല്ലോ. പക്ഷെ അങ്ങനെ ഒരു തീരുമാനം, അതായത് ഇനിയിപ്പോ ലിപ് ലോക്ക് ചെയ്തേക്കാന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ ചെയ്യില്ല. ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. സാക്ഷികളിൽ നമുക്ക് അത് പ്രതീക്ഷിക്കാമോ ഇല്ലെന്നൊക്കെ ഇനി ഡയറക്ടേഴ്സ് ആണ്. സാക്ഷികളില് എല്ലാ ആക്ടേഴ്സിനും ഓരോ ലിപ് ലോക്ക് ഉണ്ട്. അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. അങ്ങനെയാണ് 11 സിനിമ കമ്മിറ്റ് ചെയ്തത്. അപ്പൊ അർജുൻ ബാക്കി പറയും. Don't repeat it, bloody fool. അങ്ങോട്ട് പറയ്. തമാശ കന്നഡത്തിൽ ഇങ്ങനെ ഒരുപാട് തമാശകളുണ്ട്. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.